സിജോ വിജോൺ ചേരുന്നു. സിജോ, കോടതി വിധിയുടെ വിശദാംശങ്ങൾ. കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള ജോസിന്റെ അഭിഭാഷകനോട് നമുക്ക് സംസാരിക്കാം. സാർ, നമുക്ക് ഇപ്പോൾ പരമാവധി 3 വർഷത്തെ ശിക്ഷയാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. മറ്റിനി എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ? അപ്പലേറ്റ് കോർട്ടിലേക്ക് വിത്തിൻ 30 ഡേയ്സ് അപ്പീൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പരിഗണിക്കാത്ത പല സംഗതികളും അപ്പീൽ കോടതി പരിഗണിക്കുന്നു. ഇതൊരു ക്ലീൻ ആൻഡ് അക്വിറ്റലിനുള്ളൊരു കേസാണ്. നീതിപരമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രതി വെറുതെ വിടേണ്ട ഒരു തെളിവാണ് ഇതിലുള്ളത്. അതിന് പരിഗണന നൽകാതെ ശരിയായ ഒരു തീരുമാനത്തിൽ നീതിയുക്തമായ ഒരു തീരുമാനമല്ല കോടതി എടുത്തിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. പ്രോസിക്യൂഷന് അഡ്യൂസ് ചെയ്യേണ്ടിയിരുന്ന പല സംഗതികളും അവർ അഡ്യൂസ് ചെയ്തില്ല എന്ന് മാത്രമല്ല, പ്രോപ്പറായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഗതികൾ കോടതിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട അവസരം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഡിഫൻസിനെ പല സംഗതികളും ഡിഫൻസിനെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള ലിമിറ്റേഷൻ ആയിരുന്നു. എന്തായാലും അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കും എന്നുള്ളത് തന്നെയാണ് ജോസിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അത് പരമാവധി 3 വർഷത്തെ ശിക്ഷയാണ് ഉള്ളത്. IPC 409 ക്രിമിനൽ വിശ്വാസ വഞ്ചന, അത് പ്രകാരം ഒരാൾക്ക് മാത്രമാണ്, ഒന്നാം പ്രതിക്ക് മാത്രമാണ് 3 വർഷത്തെ ശിക്ഷയുള്ളത്. പക്ഷേ മറ്റൊരു വകുപ്പിൽ ആന്റണി രാജുവിന് 3 വർഷത്തെ ശിക്ഷയുണ്ട്. അങ്ങനെ 2 പ്രതികൾക്ക് ഇപ്പോൾ പരമാവധി 3 വർഷത്തെ ശിക്ഷയാണ് ഒരു വകുപ്പിൽ വന്നിരിക്കുന്നത്. ഗൂഢാലോചനയിൽ 6 മാസം ശിക്ഷയാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2 വർഷം ശിക്ഷ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആന്റണി രാജു MLA, ഇപ്പോൾ MLA അല്ല ആന്റണി രാജു എന്ന് പറയാം. കാരണം ശിക്ഷ വന്നതിന് ശേഷം ആന്റണി രാജു MLA അല്ലാതായിരിക്കുന്നു. ഇനി ആന്റണി രാജുവിന് ചെയ്യാൻ പറ്റുക അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. ഈ ശിക്ഷ സ്റ്റേ ചെയ്താൽ ആന്റണി രാജുവിന് സ്വാഭാവികമായും MLA തിരികെ വരാൻ സാധിക്കും. അതല്ലാത്തടത്തോളം കാലം അദ്ദേഹത്തിന് MLA ആകാൻ പറ്റില്ല. അതുമാത്രമല്ല, അതിലൊരു നടപടിക്രമം എന്ന് പറയുന്നത്, ഈ എത്ര വർഷത്തേക്കാണ് ശിക്ഷിക്കുന്നത്, 3 വർഷമാണ് ശിക്ഷ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 3 വർഷത്തെ ശിക്ഷയുണ്ട്. അതിനുശേഷവും 6 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെങ്കിലും പറ്റുമെന്നുള്ളതാണ്. പിന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് ഈ IPC 409 അപ്പോൾ 14 വർഷം വരെ പരമാവധി ശിക്ഷയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കോടതിക്ക്, നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിക്ക് ഓർഡർ വിധി പറയാൻ പറ്റില്ല, ശിക്ഷാവിധി പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. ആ വാദം നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഇപ്പോൾ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി പറയുകയും പിന്നീട് ഈ കോടതി തന്നെ വിധി പറയുകയും ചെയ്തിരിക്കുന്നത്.